അപകട വാർത്തയാണ്. ചലച്ചിത്ര താരം സന്തോഷ് നായർ അന്തരിച്ചു. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 100-ലധികം സിനിമകളിൽ സന്തോഷ് നായർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലീസായ മോഹിനിയാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ്, വളരെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. എപ്പോഴായിരുന്നു അപകടം? എന്താ സംഭവിച്ചത്? സെതു, തീർച്ചയായും വളരെ സങ്കടകരമായ വാർത്തയാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. പത്തനംതിട്ട അടൂർ ഏനാത്ത് വെച്ചാണ് കാറിൽ വരികയായിരുന്നു സന്തോഷ് നായരും ഭാര്യയും. അങ്ങനെയാണ് ഏനാത്ത് എത്തിയപ്പോഴാണ് അപകടമുണ്ടാകുന്നത്. എതിരെ വന്ന ട്രക്കുമായി ഈ വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. അങ്ങനെ അപകടമുണ്ടായി. പെട്ടെന്ന് തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്തോഷ് നായരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചികിത്സയിലിരിക്കെ അല്പസമയം മുൻപ് മരണം സ്ഥിരീകരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്ക് കാര്യമായ പരിക്കുകളില്ല എങ്കിൽ പോലും അവരും ചികിത്സയിലാണ്. ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ്. 100-ലധികം സിനിമകളിൽ അഭിനയിച്ച മലയാളികൾക്ക് പരിചിതനായ ഒരു മുഖമായിരുന്നു സന്തോഷ് നായരുടേത്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഭരതനാട്യത്തിൻ്റെ 2ാം ഭാഗമായ മോഹിനിയാട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം അഭിനയിച്ചത്. 1982 അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ശേഷം 100-ലധികം സിനിമകളിൽ അഭിനയിച്ചു. ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനായിരുന്നു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടാകുന്നത്. പത്തനംതിട്ട ഏനാത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചു. ഭാര്യയും അദ്ദേഹവും മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഭാര്യയ്ക്ക് കാര്യമായ പരിക്കുകളില്ല. പക്ഷെ അവരും ചികിത്സയിലാണ്. സേതു, ശരി ശരി ശ്രീരാജെ, വളരെ സങ്കടകരമായ കാര്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യം തുടക്കത്തിലൊക്കെ കുറച്ച് വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ആ ട്രാക്കൊക്കെ മാറ്റി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ടൈഗർ ആ സിനിമയിൽ കൂടെയാണ് തോന്നുന്നു അദ്ദേഹത്തെ നമ്മൾ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. ആ മുസാഫർ എന്നുള്ളൊരു ക്യാരക്ടർ, അതൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതേപോലെ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ സജീവമാണ് അവരും. അപ്പം ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഈ ആരോഗ്യം ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്ത് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കും. ഒപ്പം തന്നെ ഈ ഒരു മരണം അത് വളരെ സങ്കടകരമാണ്.